അവനവൻ്റെ ജീവിതത്തിൽ ആദ്യം ഒരു പോസിറ്റിവിറ്റി വരുമ്പോൾ അവനവൻ സക്സസ് ആകുമ്പോൾ ആ സക്സസ് കണ്ട് കുഞ്ഞുങ്ങൾ പഠിച്ചോളും. കുഞ്ഞ് ഇപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ വയസ്സിൽ എടുക്കേണ്ട ഇമോഷൻസ് ആണോ ടെൻഷൻ? എടുക്കേണ്ട ഇമോഷൻസ് ആണോ സ്ട്രെസ്? സ്വന്തം മക്കളുടെ കഴിവ് എന്താണെന്ന് അറിയില്ലാത്ത ഒരേ ഒരു കാറ്റഗറി സ്വന്തം പാരൻസാണ്. നമുക്കുണ്ടായ അനുഭവങ്ങളാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ച് വെക്കരുത്. ഇല്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാനുള്ള ബോധം ആ കുഞ്ഞിന് വളർത്തിയെടുക്കണമെങ്കിൽ ഇല്ല എന്ന വാക്ക് തന്നെ പറയണം. നമ്മൾ പട്ടിണിക്ക് ഇരുന്നാലേ നമുക്ക് വിശന്നിരിക്കുന്നവർക്ക് വില മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ടാ ഇത്രയും നാള് നമ്മൾ ജീവിച്ചിട്ട് നമ്മൾ സക്സസ് ആയിട്ടില്ല? ആ സക്സസ് ആവാത്ത നമ്മൾ കല്യാണം കഴിച്ചു, ആ കുടുംബജീവിതം സക്സസ് അല്ല. അവിടെയും ചീറ്റലും പൊട്ടലും നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിൽ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഭാര്യനെ മനസ്സിലാക്കാൻ എനിക്കും പറ്റിയിട്ടില്ല, ഞാൻ എന്താന്ന് മനസ്സിലാക്കാനും എനിക്കും പറ്റിയിട്ടില്ല. ഇതിനിടയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി, കുഞ്ഞിനെ നന്നാക്കാൻ നടക്കാം, ഒക്കെ പരാജയമാണ്. തുടക്കം മുതൽ നമ്മൾ നടന്നിരിക്കുന്നത്, നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്ന പരിപാടികൾ മുഴുവനും പരാജയമാണ്. എന്നിട്ടൊരു കുഞ്ഞ് ജനിച്ചു, കുഞ്ഞിനെ മര്യാദ പഠിപ്പിക്കാനും കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും കുഞ്ഞിനെ എന്തോ ഇതാക്കാൻ വേണ്ടി നടക്കുക. അവനവന്റെ ജീവിതത്തിൽ ആദ്യം ഒരു പോസിറ്റിവിറ്റി വരുമ്പോൾ അവനവൻ സക്സസ് ആകുമ്പോൾ ആ സക്സസ് കണ്ട് കുഞ്ഞുങ്ങൾ പഠിച്ചോളും. ഞാൻ സക്സസ് ആണേ എന്ന് കാണിക്കാനൊന്നും നടക്കണ്ട കുഞ്ഞുങ്ങളുടെ അടുത്ത്. അതായത് നമുക്ക് ഇല്ല എങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. ഇല്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാനുള്ള ബോധം ആ കുഞ്ഞിന് വളർത്തിയെടുക്കണമെങ്കിൽ ഇല്ല എന്ന വാക്ക് തന്നെ പറയണം. ഇല്ലാത്ത സാധനം ഉണ്ടാക്കിയെടുത്ത് കൊടുത്ത് ആ കുഞ്ഞിന്റെ കരച്ചിൽ അവസാനിപ്പിക്കുകയല്ല വേണ്ടേ. കരയും. കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിന് റിയലൈസ് ചെയ്യണം, ഞാൻ എന്തിനാണ് കരയുന്നത്, ഈ കരയേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇമോഷൻസിലൂടെ കടന്നു പോകേണ്ട കുഞ്ഞിനെ കരയാൻ സമ്മതിക്കില്ല. എന്ത് പറ്റും? ഒരു കുഞ്ഞിനെ ചെറുപ്പം മുതൽ നമ്മൾ കരയാൻ സമ്മതിക്കുന്നില്ല, ഈ കുഞ്ഞ് എന്തായി മാറും അറിയാം? വളരെ മോശം ക്യാരക്ടറുള്ള കുഞ്ഞായിട്ട് മാറുന്നത്. ഒരാളുടെ ഇമോഷൻസിന് കുഞ്ഞിന് മനസ്സിലാവില്ല കരയാൻ സമ്മതിച്ചില്ലെങ്കിൽ. നമ്മളെപ്പോഴും ഇത് ആലോചിച്ച് നോക്ക്, നമ്മൾ പട്ടിണിക്ക് ഇരുന്നാലേ നമുക്ക് വിശന്നിരിക്കുന്ന ഒരുത്തന്റെ വില മനസ്സിലാവുള്ളൂ. നമ്മൾ ഫുൾ ടൈം ഭക്ഷണം കഴിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വിശന്ന് വരുന്ന ഒരുത്തന്റെ വില മനസ്സിലാവുന്നു? ആ വയറിന്റെ ഉള്ളിൽ നടക്കുന്ന ആ തീ എങ്ങനെ നമുക്ക് മനസ്സിലാവും? അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആ കുഞ്ഞ് ഭക്ഷണത്തിനോടും മറ്റു പല കാര്യങ്ങളോടും സങ്കടപ്പെടുമ്പോൾ ആ കുഞ്ഞിന്റെ ഉള്ളിലുണ്ടാവുന്ന റിയലൈസേഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, വിശപ്പ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന അവന്റെ കൂട്ടുകാരൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എനിക്ക് അന്ന് ഉണ്ടായിരുന്ന, ഞാൻ ഭക്ഷണം കഴിക്കാതെ ഉണ്ടായിരുന്ന ഇപ്പൊ ബുദ്ധിമുട്ടിലാണ് എൻ്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മയും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണെന്ന് ഈ കുഞ്ഞ് ഏത് കാലഘട്ടത്തിലാണ് പഠിക്കുന്നത്? ഈ കാലഘട്ടത്തിലല്ലേ ഇതെല്ലാം പഠിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തോ ആണെന്നും കുഞ്ഞുങ്ങൾ അതുപോലെ എന്താക്കണമെന്നും വേണ്ട. ആ കുഞ്ഞിന് നമ്മൾ കൊടുത്തിട്ടൊന്നല്ല തലച്ചോറുണ്ടായ, തന്നെ ഉണ്ടായ തലച്ചോറ. നമ്മൾ ആകെ ചെയ്തത് രണ്ടുമൂന്ന് സാധനം കൂട്ടി മുട്ടിച്ചു എന്നുള്ളത് മാത്രം. മനസ്സിലായി? അതിന്റെ അപ്പുറത്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇത് നൂറ്റാണ്ടുകളായി, ട്രില്യൺ വർഷങ്ങളായി ഡെവലപ്പ് ചെയ്തു വന്നിരിക്കുന്ന തലച്ചോറിന്റെ ഉടമകളാണ് നമ്മൾ. ഈ ബോധം നമ്മുടെ അച്ഛനമ്മയും നമുക്ക് തന്നതല്ല. ഈ ബോധം വികാസത്തിന് വിധേയപ്പെട്ടത് കൊണ്ട് നമുക്ക് സംഭവിച്ച ബോധം. അച്ഛനമ്മ തന്നിരിക്കുന്ന എന്തോരം സാധനങ്ങളുണ്ട് കയ്യിൽ, വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ അതിനിടയിൽ. അത് ആ കുടുംബത്തിൽ ചെല്ലുമ്പോൾ മാത്രമാണ് ആ സാധനം വർക്കൗട്ട് ആവുള്ളൂ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതായിട്ടൊന്നും അല്ല ഇറങ്ങുന്നത്. വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു വുമണായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലേ? അപ്പോ ഇതെല്ലാം തനിയെ കുഞ്ഞിലോട് സംഭവിച്ചോളൂ. നമ്മൾ ഇവിടുന്ന് കഷ്ടപ്പെടണം വേണ്ട, നമ്മൾ വലിയ സംഭവമാണെന്നും പറയണ്ട. ആ കുഞ്ഞ് വളർന്ന് വലുതായിട്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ കുഞ്ഞിന്റെ കഴിവാണ്. നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉപദേശിക്കുകയോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുക. അതിന്റെ അപ്പുറത്തോട്ടൊന്നും പോകരുത്. ഞാൻ പറഞ്ഞവൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വളരെ സെൻസിറ്റീവ് ആയ ബ്രെയിൻ ഡെവലപ്പ് ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഈ രീതിയിലുള്ള ടോക്സിക് പാരന്റിങ് കൊണ്ടും ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി കൊണ്ടും നമ്മുടെ ടെൻഷൻ, നമ്മുടെ ദുഃഖങ്ങളും ഒരിക്കലും 8 വയസ്സ് വരെ അല്ലെങ്കിൽ 10 വയസ്സ് വരെ അമ്മമാരുടെയോ അച്ഛന്റെയോ ദുഃഖങ്ങൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാൻ പാടില്ല. അറിയാനേ പാടില്ല. അവര് എന്തിനറിയുന്നേ? പേഴ്സണൽ ദുഃഖങ്ങൾ എന്തിനറിയുന്നേ? പക്ഷെ ഒരു കോട്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ കുട്ടികളെ വളർത്തുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം പറഞ്ഞിട്ട് വേണം വളർത്താൻ എന്ന രീതിയിൽ. ആതിര ഒരു വീട്ടില് ജനിച്ചു. ആതിര 1ാമത്തെ വയസ്സ് മുതൽ ഒരു 8 വയസ്സ് വരെ കാണുന്നത് ആ വീട്ടിലെ ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും സ്ട്രഗിളിങ്ങും ഒക്കെയാണ് കാണുന്നത്. ആതിരയുടെ ഉള്ളിൽ എന്തായിരിക്കും ജനറേറ്റ് ആവുന്നത്? പേടിയല്ലേ? ഓക്കെ, കാരണം എന്താ? അച്ഛനമ്മയും അത് കണ്ട് പേടിക്കാം, അവര് പാനിക്കാവുന്നതാണ് കാണുന്നത് ആ വീടിന്റെ അകത്ത് അല്ലേ? അവർക്ക് സന്തോഷമില്ല, കാരണം അവര് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് അതിന് പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ ആതിരയ്ക്ക് കിട്ടുന്നത്
എത്രത്തോളം കഷ്ടപ്പെട്ടാലും പുറത്തോട്ട് വരാൻ പറ്റില്ല. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ എന്നാണ് ആതിര അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിനേക്കാളും കഴിവുള്ളവരാണെന്ന് അച്ഛനമ്മയും. അങ്ങനെയാണ് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ അച്ഛനമ്മമാരെയും കാണുന്നത്. അവർ നടക്കുന്നില്ല, അവരുടെ ടെൻഷൻ, അവരുടെ കണ്ണുനീര്, ഒരു വിഷയം വരുമ്പോൾ അവർ പതറുന്നു. അച്ഛൻ സാമ്പത്തികമായ പ്രശ്നം വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്നു. അപ്പൊ സാമ്പത്തികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ പൊട്ടിത്തെറിച്ചാലാണ് നമുക്കത് മാറുള്ളൂ. ഈ കുഞ്ഞും മനസ്സിലാക്കിയെടുക്കുന്നത് എന്താ? കുഞ്ഞിനെ സംബന്ധിച്ച് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? വീട്ടില് കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞ് ഇപ്പോ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ 4ാമത്തെ വയസ്സിൽ എടുക്കേണ്ട ഇമോഷൻസ് ആണോ ടെൻഷൻ? എടുക്കേണ്ട ഇമോഷൻസ് ആണോ സ്ട്രെസ്? എടുക്കേണ്ട ഇമോഷൻസ് ആണോ ആങ്സൈറ്റി? ഈ ചിന്തകളെല്ലാം ചിന്തിച്ചിട്ട് രാത്രി ഇരുന്ന് ഈ കുഞ്ഞ് ഉറക്കത്തിൽ ഞെട്ടുണരുകയും ഉറങ്ങാതെ കണ്ണും തുറന്ന് മിഴിച്ച് ഇത് എന്താണെന്ന് ആലോചിച്ച് കിടക്കുന്നത് പ്രായമാണോ 8 വയസ്സ് വരെ? അല്ല. കുഞ്ഞിന് കോൺഫിഡൻസും കുഞ്ഞിന് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളും കുഞ്ഞിന് വേണ്ട ആ വളർച്ചയിൽ വേണ്ട കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ആ കാലഘട്ടത്തിൽ. അതല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതല്ല. ഇവിടുന്ന് അങ്ങോട്ടാണ് കൊടുക്കേണ്ടത്. 8 വയസ്സിന് ശേഷമാണ് ഓക്കെ മോനെ പുറത്തുനിന്ന് ഭക്ഷണം വേണോ, അല്ല നമ്മുടെ പൈസ ഇല്ല, ഈ ഭക്ഷണം കഴിക്കൂ എന്ന് പറയുന്ന വിഷയങ്ങളെ പറ്റിയിട്ടല്ല പറയുന്നത്. എല്ലാ വീട്ടിലും അമ്മമാര് ഒരു മകനെ പക്ഷത്താക്കി വയ്ക്കും. പക്ഷം എന്തിനാണ് പക്ഷത്താക്കി വയ്ക്കുന്നത്? നാളെ ഒരിക്കലും പ്രശ്നം ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കാനോ, അച്ഛനെന്തിനും പറയുമ്പോൾ കൂടെ നിൽക്കാനോ, നാളെ ഒരിക്കല് ഈ പയ്യൻ വളർന്ന് വലുതായി പൈസയുമായിട്ട് വരുമ്പോൾ അത് വാങ്ങിച്ച് കയ്യിൽ വെക്കാനോ, എന്ത് വേണേലും ആവാം. ഒരു അമ്മമാരുടെ മനസ്സിൽ എന്താ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എല്ലാ വീട്ടിലും ഉണ്ട് ഈ പക്ഷം ചേരല്. അച്ഛന്റെ മകൻ ഒരു പക്ഷത്ത് നിൽക്കും, അമ്മയുടെ മകൻ ഫൈറ്റാണ്. അവരുടെ ഉള്ളിൽ നടക്കുന്ന ഫൈറ്റിംഗ് ആണ്. യുദ്ധം ചെയ്യാനാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അമ്മമാരുടെ ആ ഒരു ഇൻസെക്യൂരിറ്റീസ് മക്കളിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക ഫുൾ ടൈം ഇരുന്നു. നമുക്ക് അതിനുള്ള ബോധമുണ്ട്. നമ്മൾ ആ ബോധത്തിൽ വളർന്നോളും. ഇത് ആരും കഷ്ടപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനു വേണ്ടി ആരും കഷ്ടപ്പെടുന്നും വേണ്ട. ഇതിനകത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെയുള്ള മനുഷ്യരെ അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും മറ്റുള്ളവരിൽ നിന്നും വേദന ഉണ്ടാവാതെ സംരക്ഷിക്കുക എന്നുള്ളൊരു കടമയാണ് യഥാർത്ഥത്തിൽ അച്ഛനമ്മ ചെയ്തു കൊടുക്കേണ്ട കടമ. കുഞ്ഞുങ്ങളാണ്, എങ്ങനെ വേണമെങ്കിലും അബ്യൂസ് ചെയ്യപ്പെടാം, എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിക്കപ്പെടാം, എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാം. കുഞ്ഞുങ്ങളാണ്, നിങ്ങൾക്ക് അറിയില്ല. ഇറ്റ്സ് എ പ്രൊട്ടക്ഷൻ. നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്താൽ മതി. നിങ്ങൾ കൂടുതൽ നാടകമൊന്നും കളിക്കണ്ട. അവിടെ നിന്ന് ആ ജീവിതത്തിൽ കയറി ഇടപെടുകയും വേണ്ട. ആ ബോധം വികസിക്കുമ്പോൾ ഈശ്വരൻ കൃത്യമായ ഇടപെടലുകൾ നടത്തി, കൃത്യമായ അനുഭവങ്ങൾ നടത്തി, കൃത്യമായ രീതിയിൽ കൂടെ കുഞ്ഞു മുന്നോട്ട് പോയിക്കോളും. നിങ്ങളുടെ കയ്യിൽ വെച്ച് നിങ്ങളുടെ ക്യാരക്ടറും നിങ്ങൾ കണ്ടുവന്ന സ്വഭാവങ്ങളും നിങ്ങൾ ചെയ്ത പ്രവർത്തികളും നിങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ വെച്ചിട്ട് കുഞ്ഞിനെ പഠിപ്പിക്കണ്ട. പല അമ്മമാരും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതെ, ഭയങ്കര പ്രശ്നമാണ്, ഇങ്ങനെ ചെയ്താൽ ഞാൻ ഭയങ്കര പ്രശ്നം. അതായത് ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി. ആരുടെ തെറ്റാ? നമ്മുടെ അമ്മമാരൊരു കാര്യം ചെയ്തിട്ട് ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിന് തെറ്റൊന്നുമല്ല, അത് അമ്മമാരുടെ തെറ്റാ. അച്ഛന്മാർ ഇങ്ങനെ തന്നെയാ. ഒരു വിഷയത്തിന്റെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുക. ഇത് വ്യത്യസ്തമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതായത് ഞാൻ പാരന്റ്സിനെതിരായിട്ടല്ല പറയുന്നത്, ടോക്സിക് ആയ പാരന്റിങ്ങിനെ പറ്റി പറയുന്നത് ആൾക്കാർ തെറ്റിദ്ധരിക്കരുത്. അല്ല, അവര് ഇത് കേൾക്കുന്ന സമയത്ത് വിചാരിക്കുന്നത് അപ്പൊ നമുക്കിനി നമ്മുടെ മക്കളോട് ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതാണ് ഞാൻ അതിനെ പറ്റിയല്ല പറയുന്നത്. നമുക്കുണ്ടായ അനുഭവങ്ങളാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ച് വെക്കരുത്. സമൂഹമൊക്കെ ഒരുപാട് ചേഞ്ച് ആയി, ഒരുപാട് കാര്യങ്ങളായി. ശരിയും തെറ്റുകളും പറഞ്ഞു കൊടുക്കണം. പക്ഷെ ചില കാര്യങ്ങൾ നമ്മളത് തെറ്റാന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും അവരുടെ മാർഗം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കോഴ്സിനെ പറ്റി പറഞ്ഞു കൊടുക്കുക, അത് തെറ്റാന്നങ്ങ് പറഞ്ഞു കൊടുക്കുക. അതെങ്ങനെ? അല്ലെങ്കിൽ നിനക്കത് ചെയ്യാൻ പറ്റൂല, നിനക്ക് അതിനുള്ള കഴിവില്ല. ഇതൊക്കെ എങ്ങനെയാ നിർണ്ണയിക്കപ്പെടുന്നത്? സ്വന്തം മക്കളുടെ കഴിവ് എന്താന്ന് അറിയില്ലാത്ത ഒരേ ഒരു കാറ്റഗറി സ്വന്തം പാരന്റ്സാ. ബാക്കി നാട്ടുകാർക്കും കൂട്ടുകാർക്കൊക്കെ അറിയാം. സ്വന്തം വീട്ടിൽ മാത്രം അവർക്കത് അറിയാൻ പാടില്ല. സ്വന്തം വീട്ടിൽ ജീവിക്കുന്ന മകളുടെയോ മകന്റെയോ അവരേത് മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്, അവരേത് മാനസികാവസ്ഥയ്ക്കേ വീടിന്റെ അകത്ത് സാധനമില്ല. അതും പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ ഒരു വീട്ടിൽ ചെന്ന് കയറാൻ വേണ്ട. ഓക്കെ, എനിക്ക് ഡിപ്രഷനാണ്. എന്ത് ഡിപ്രഷൻ? എനിക്ക് ടെൻഷനാണ്. എന്ത് ടെൻഷൻ? എനിക്ക് ഇന്ന പ്രശ്നമാണ്. എന്ത് പ്രശ്നം? ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇപ്പോഴും നമ്മുടെ വീട്ടിലെ പാരന്റ്സിന് മാനസികമായ പ്രശ്നം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് എപ്പോഴും സോഷ്യലായ ഇഷ്യൂസ് ആണ്, സാമ്പത്തികമായ ഇഷ്യൂസ് ആണ്. അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് അവരുടെ കൺസേൺ മുഴുവനും. അപ്പൊ അവരെല്ലാം അതിനോടെ കൂട്ടിക്കെട്ടുള്ളൂ. അപ്പോ മനസ്സിലാക്കേണ്ട വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇത്തരത്തിലുള്ള പാരന്റിങ്ങിലോട്ട് നമ്മളെ കൊണ്ട് നയിക്കുന്നത് നമ്മുടെ പാരന്റ്സ് തന്നെ. അതിനുശേഷമല്ലേ സമൂഹത്തിലോട്ട് നമ്മൾ എത്തപ്പെടുന്നത്. ഫാമിലി, അതിനുശേഷം സൊസൈറ്റി.